ഹരി ഓം. 39ാമത്തെ സ്തുതി മഹാദേവൻ്റെ മോഹിനി സ്തുതി. ഇത് ഭാഗവതത്തിൽ 8ാമത്തെ സ്കന്ധം 12ാമത്തെ അധ്യായം 4 മുതൽ 13 വരെ ശ്ലോകങ്ങൾ. ഭഗവാൻ മോഹിനി വേഷമെടുത്ത് ദൈത്യരിൽ നിന്ന് അമൃതം വീണ്ടെടുത്ത് ദേവന്മാരെ അമൃതപാനം ചെയ്യിച്ചു എന്ന വിവരം ശ്രീ മഹാദേവൻ അറിഞ്ഞു. ദൈത്യരെ മോഹിപ്പിച്ച ആ വേഷമൊന്ന് കാണണമെന്ന് അദ്ദേഹത്തിന് മോഹമുണ്ടായി. ഉടനെ തന്നെ ഭൂതഗണങ്ങളാൽ ആവൃതനായി ഹരിയുടെ സന്നിധാനത്തിലേക്ക് അദ്ദേഹം യാത്രയായി. ശ്രീകാന്തൻ ശ്രീ മഹാദേവനെയും ഉമയെയും പൂജിച്ചു സത്കരിച്ചിരുത്തി. പ്രതിപൂജയാചരിച്ച് ശ്രീ മഹാദേവൻ ഇപ്രകാരം സ്തുതിച്ചു. ശ്രീ മഹാദേവ ഉവാച: ദേവദേവ ജഗദ്വ്യാപി ജഗദീശ ജഗന്മയ സർവേഷാമപി ഭാവാനാം ത്വമാത്മാ ഹേതുരീശ്വര ആദ്യന്താവസ്യ യന്മദ്യം ഇദമന്യദഹം ബഹി യതോ വ്യയസ്യ നൈതാനി തത്സത്യം ബ്രഹ്മചിത് ഭവാൻ തവൈവ ചരണാംഭോജം ശ്രേയസ്കാമാ നിരാശിഷ വിസൃജ്യോ ഭയദഃ സംഗം മുനയഃ സമുപാസതേ ത്വം ബ്രഹ്മപൂർണമമൃതം വിഗുണം വിശോകം ആനന്ദമാത്രമവികാരമനന്യദന്യത് വിശ്വസ്യ ഹേതുരുദയസ്ഥിതി സംയമാനാം ആത്മേശ്വരശ്ച തദപേക്ഷതയാനപേക്ഷ ഏകസ്ത്വമേവ സദസദ്വയമദ്വയം ച സ്വർണം കൃതാകൃതമിവേഹന വസ്തുഭേദ അജ്ഞാനതസ്ത്വയി ജനൈർവിഹിതോ വികൽപ്പോ യസ്മാത് ഗുണൈർവ്യതികരോ നിരുപാധികസ്യ ത്വാം ബ്രഹ്മ കേചിദവയന്ത്യുതധർമ്മമേകേ ഏകേ പരം സദസതോ പുരുഷം പരേശം അന്യേ വയന്തി നവശക്തിയുതം പരം ത്വാം കേചിന്മഹാപുരുഷമവ്യയമാത്മതന്ത്രം നാഹം പരായുർഷയോ ന മരീചിമുഖ്യ ജാനന്തി യദ്വിരചിതം ഖലു സത്വസർഗ യന്മായയാ മുഷിതചേതസ ഈശ ദൈത്യ മർത്യാദയ കിമുദ ശശ്വതഭദ്രവൃത്ത സത്വം സമീഹിതമതസ്ഥിതി ജന്മനാശം ഭൂതേഹിതം ച ജഗതോ ഭവബന്ധമോക്ഷോ വായുർയഥാ വിശതി ഖം ച ചരാചരാഖ്യം സർവം തദാത്മകതയാവഗമോ വരുൻസേ അവതാരാമയാ ദൃഷ്ടാ രമമാണസ്യ തേ ഗുണൈ സോഹം രുദ്രഷ്ടുമിച്ഛാമി യത്തേ യോഷിത്വപുർധൃതം യേന സമ്മോഹിതാ ദൈത്യ പായിതാശ്ചാമൃതം സുര തദ്ദിദൃക്ഷവായാത പരം കൗതൂഹലം ഹിന. ഹേ ദേവദേവ ജഗദീശ, അങ്ങ് സർവപ്രാണികളുടെയും ആത്മാവും കാരണഭൂതനും നിയന്താവുമാകുന്നു. ശ്രേയസാഗ്രഹിക്കുന്ന മുനീശ്വരന്മാർ നിഷ്കാമരായി ഇഹത്തിലും പരത്തിലും സക്തിലേശമില്ലാതെ അങ്ങയുടെ പാദപത്മത്തെ തന്നെ നിരന്തരം സേവിക്കുന്നു. പൂർണ്ണവും അമൃതവും വിഗുണവും വിശോകവും അവികാരവും അനന്യവും ആനന്ദമാത്രവുമായ ബ്രഹ്മം അങ്ങു തന്നെ. സ്വർണം തന്നെ കാര്യമായ വിവിധ ആഭരണങ്ങളായും സ്വർണം തന്നെയായും ഭവിക്കുന്നതുപോലെ ഏകനായ അങ്ങു തന്നെ കാര്യകാരണാത്മക പ്രപഞ്ചമായും പരമകാരണമായ പൂർണ്ണ ബ്രഹ്മമായും ഭവിക്കുന്നു. അല്ലാതെ വാസ്തവത്തിൽ യാതൊരു ഭേദമില്ല. ജനങ്ങൾ അജ്ഞാനം കൊണ്ട് അങ്ങയിൽ ഭേദം കൽപ്പിക്കുന്നു. ഈശ, ഞാനും ബ്രഹ്മാവും സത്വഗുണപ്രധാനരായ മരീച്യാദി മഹർഷിമാരും അങ്ങ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചം ശരിക്കറിയുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങയുടെ മായയാൽ മോഹിതചിത്തരും രജസ്തമോ ഗുണങ്ങളോടെ ജനിച്ചവരുമായ അസുരന്മാരും മനുഷ്യരും എന്തറിയും? വായു എങ്ങനെ ചരാചര പ്രാണികളിലും ആകാശത്തിലും വ്യാപിക്കുന്നു,
അങ്ങനെ ജ്ഞാനസ്വരൂപനായ അങ്ങ് ഈ ജഗത്തിൻ്റെ താൻ നിർവഹിച്ച സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും പ്രാണികളുടെ സർവചേഷ്ടകളും ബന്ധമോക്ഷങ്ങളുമെല്ലാം സർവാത്മകനായതിനാൽ സർവത്തിലും വ്യാപിച്ച് അറിയുന്നു. അങ്ങയുടെ അവതാരങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈയിടെ അങ്ങൊരു സ്ത്രീ രൂപമെടുത്തതായി കേട്ടു. അതൊന്ന് കാണുവാൻ എനിക്ക് മോഹമുണ്ട്. ദൈത്യരെ മോഹിപ്പിച്ച് അമൃതം ദേവന്മാർക്ക് കൊടുത്ത് മധുരമായ ആ രൂപം കാണാനുള്ള കൗതുകം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇപ്രകാരം ശ്രീ മഹാദേവൻ പറയുകയാൽ മഹാവിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമൃതകുംഭം അന്യാധീനമായതു കണ്ട് ദാനവ സമൂഹത്തെ മയക്കാനായി ഞാനൊരു നാരീരൂപം എടുത്തു എന്നേയുള്ളൂ. അങ്ങേക്കത് കണ്ടേ കഴിയൂ. എങ്കിൽ ഭവാൻ ഇപ്പോൾ തന്നെ കണ്ടുകൊള്ളുക. ഇത്രയും പറഞ്ഞ് ശ്രീഹരി മറഞ്ഞു. ശിവൻ പാർവതിയോടൊത്ത് കാത്തിരുന്നു. ചെടികളും പുഷ്പങ്ങളും നിറഞ്ഞ ഉദ്യാനത്തിൽ ശുഭ്രവസ്ത്രയായി കാഞ്ചീ കലാപത്തോടെ പന്തടിച്ചു കളിക്കുന്ന ഒരു സുന്ദരിയെ കാണായി. അഴിയുന്ന പുടവ ഇടതു കൈകൊണ്ട് പിടിച്ച് വലതു കൈകൊണ്ട് പന്തടിക്കുന്ന ആ സുന്ദരിയെ കണ്ട് സമീപത്തിരിക്കുന്ന ഉമയെപ്പോലും ശിവൻ മറന്നു. എല്ലാം മറന്ന് ശിവൻ നോക്കിയിരിക്കവേ ദൂരെ പോയ പന്തെടുക്കാനായി അവൾ കുനിഞ്ഞു. അംഗവസ്ത്രം കുറേ മാറി. അനുരാഗപൂർവം തന്നെ നോക്കിക്കൊണ്ട് നിവർന്ന അവളിൽ ശിവൻ്റെ ചിത്തം ലയിച്ചുപോയി. ഉമയെപ്പോലും മറന്ന് ശിവൻ അവളുടെ അടുത്തു ചെന്നു. അർദ്ധനഗ്നയായ അവൾ ചെടികൾക്കു മറഞ്ഞു നിന്നു. ആശയൊന്നും പ്രകടിപ്പിക്കാതെ നടന്നു നീങ്ങുന്ന അവളുടെ പുറകെ ആ ദേവൻ നടന്നു ചെന്നു. കാമനെ മുൻപ് ജയിച്ച മഹേശൻ കാമനാൽ ജയിക്കപ്പെട്ടു. ശിവൻ അവളെ കടന്നുപിടിച്ച് ആലിംഗനം ചെയ്തു. അതോടെ ശിവൻ്റെ രേതസ് സ്ഖലിച്ച് ഭൂമിയിൽ പതിച്ചു. ആ രേതസ് പതിച്ച ഭാഗങ്ങളെല്ലാം പൊന്നും വെള്ളിയും വിളങ്ങുന്ന ഭൂഭാഗങ്ങളായിത്തീർന്നു. രേതസ് സ്ഖലിച്ചതോടെ ഇത് മായയാണെന്നോർത്ത് ശിവൻ പിന്തിരിഞ്ഞു. ഹരി സ്വന്തം രൂപം ധരിച്ചു പറഞ്ഞു, മോഹിനി രൂപമെടുത്ത എന്നെ കണ്ട് അങ്ങ് കാണിച്ച പ്രവൃത്തികളിൽ ഇപ്പോൾ മോചിതനായതു നന്നായി. കാലചോദിതമായ മായ അങ്ങയെ ഇനി ഒരു കാലത്തും ബാധിക്കില്ല. ശ്രീ മഹാദേവൻ ഹരിയുടെ ഈ അനുഗ്രഹം വാങ്ങി ഉമയോടും ഭൂതഗണങ്ങളോടും ഒപ്പം സ്വസ്ഥാനം പ്രാപിച്ചു. ശിവൻ പിന്നെ ഭവാനി ദേവിയോട് പറഞ്ഞു, പുരുഷോത്തമൻ്റെ ലീല നീ കണ്ടല്ലോ, അത് കണ്ട് ഞാൻ മോഹിച്ചു പോയി. അപ്പോൾ സാധാരണക്കാരുടെ കഥ പിന്നെ പറയാനുണ്ടോ? 1000 വർഷം ഞാൻ ധ്യാനത്തിലിരുന്നു. പിന്നെ ഉണർന്നപ്പോൾ ഞാൻ ധ്യാനിച്ചത് ആരെയെന്ന് നീ ചോദിച്ചില്ലേ? ആ ശ്രീനിവാസനാണ് ഇത്. ഇവന് കാലം മൂലം നാശമോ ജന്മമോ ഭവിക്കുന്നില്ല. പാലാഴി മഥനത്തിൽ മന്ദരം പൃഷ്ഠത്തിൽ ചുമന്നതാരോ ആ ഭഗവാന്റെ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കഥ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ ശ്രമം നിഷ്ഫലമാവില്ല. ശരണാഗതരുടെ ഏതഭീഷ്ടവും സാധിപ്പിക്കുന്ന ആ ഹരിയെ ഞാൻ നമിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.